കഷ്ടകാലം തലയ്ക്ക് മീതെ 1000 പണങ്ങൾ ഉയർത്തി ദംശിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വരോ രക്ഷിതു. അല്ല, ഇതിപ്പോ ആലോചന തുടങ്ങിയിട്ട് നേരെ എത്രയായി? ഇതുവരെ ഒരു തീരുമാനത്തിലെത്തി? അങ്ങനെ ഒറ്റയടിക്ക് തീരുമാനിക്കാൻ പറ്റിയ വിഷയങ്ങളല്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. അത് ശരിയാ. പക്ഷെ നീ അച്ഛനോട് ഉത്സവത്തിന് ചെല്ലാം, അതും എല്ലാരെയും കൂട്ടി ചെല്ലാമെന്ന് സമ്മതിച്ചത് ഒട്ടും ആലോചിക്കാതെ ആയിരുന്നല്ലോ. അത് ആ സമയത്ത് അച്ഛന്റെ വിഷമം കണ്ടപ്പോ സമ്മതിച്ചു പോയതല്ലേ. പക്ഷേ ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് നിബന്ധന വെച്ചത് അമ്മയാ. അപ്പോൾ എതിർക്കാമായിരുന്നല്ലോ. അതെങ്ങനെയാ പുഷ്പൻ ചേട്ടാ? അച്ഛനും അമ്മയും ക്ഷണിക്കുന്നത് കളങ്കമില്ലാതെയാ. മക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നേ ഉള്ളൂ. എന്നാ നമ്മുടെ മനസ്സില് കള്ളത്തരം കിടക്കുക. ഞാനും ആരതിയും അവരുടെ മക്കളെ വിവാഹം കഴിച്ചിരിക്കുക. അത് മറച്ചുവെച്ച് പെരുമാറുക എന്ന വലിയ പ്രോബ്ലം ഉണ്ട് നമ്മുടെ മുമ്പില്. അതെ, ഏട്ടത് പറഞ്ഞത് ശരിയാ. ഞാൻ അനുഭവിച്ചതാ. എല്ലാം ഒന്നും മറച്ചു വെക്കാനും അതിനനുസരിച്ച് നിൽക്കാനും. അച്ഛനും അമ്മയും അത്ര മോശമൊന്നും അല്ലല്ലോ. എന്തെങ്കിലും ഒരു സംശയം തോന്നിയാ അത് ചെകഞ്ഞ് പിടിക്കാൻ നല്ല വൈദഗ്ധ്യമാ. അവരുടെ അടുത്തേക്ക് ചെന്ന് കയറി കൊടുത്താലേ എല്ലാം സെക്കൻഡ് വെച്ച് പൊളിച്ചടുക്കി തരും. എനിക്ക് നാട്ടിൽ വരെ പോയാൽ കൊള്ളാമെന്ന് സത്യമായിട്ട് ആഗ്രഹമുണ്ട്. ആരെയൊക്കെ കൊണ്ടുപോയാലും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തത്. ആരെ കൂടെ പോയാലും തന്റെ കൂടെയാ വരാൻ പാടില്ലാത്തത്. ഇനി അതും പറഞ്ഞ് അടി തുടങ്ങിക്കോ രണ്ടുപേരും കൂടി. എന്തായാലും എനിക്ക് ക്ഷണമില്ലാത്തത് ആശ്വാസമായി. അതൊന്നും നോക്കണ്ട, പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച്. അല്ല വലിയേട്ടാ, നമ്മളെല്ലാവരും പോയി കഴിയുമ്പോഴേ ഒറ്റയ്ക്കായി എന്നുള്ളൊരു സങ്കടം ഈ കുട്ടിക്ക് വേണ്ടല്ലോ. അതിന് ആരും സങ്കടമൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലല്ലോ പ്രസാദേ പ്രധാന കാര്യം. നിങ്ങൾക്കെല്ലാം നാട്ടിൽ പോണം, കൂടെ ഇവരെയും കൊണ്ടുപോയി ഉത്സവം കാണിക്കണം. അതിനുള്ള വഴിയല്ലേ ആലോചിക്കേണ്ടത്. വഴിയൊന്നേ ഉള്ളൂ. അച്ഛനും അമ്മ ഇവിടെ വന്നപ്പോ എല്ലാരും കൂടി കളിച്ച നാടകം അവിടെ നാട്ടിലും ചെന്ന് കളിക്കണം. പറഞ്ഞത്ര എളുപ്പമാണോ ചെയ്യാൻ? അതാ ആലോചിക്കേണ്ടത്. ഇവിടെയാകുമ്പോ നമുക്ക് ഓടി ഒളിക്കാൻ സ്വന്തം മുറിയെങ്കിലും ഉണ്ട്. അവിടെ അച്ഛന്റെ വകയാ, വീടും സ്ഥലവും അല്ല. അടി വീഴുമ്പോ ശക്തി കൂടും. നിങ്ങൾക്ക് അടി കിട്ടും, കള്ളം പൊളിയും എന്നിങ്ങനെ പല പേടികളല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെ ഈ കള്ളം പൊളിച്ചാലോ? അച്ഛനും അമ്മയും സത്യങ്ങളെല്ലാം നിങ്ങളുടെ നാവുന്ന് തന്നെ അറിഞ്ഞാലോ? ആരെങ്കിലും ഓടുന്ന ട്രെയിൻ മുമ്പിൽ ചെന്ന് കയറി കൊടുക്കുവോ പുഷ്പൻ ചേട്ടാ? എത്ര കാലം ഈ കള്ളത്തരങ്ങൾ പൊളിക്കാതെ സൂക്ഷിക്കോ അത്രയും നല്ലത്. അതെ. ഇവരുടെ കാര്യം അറിഞ്ഞ അടുത്തതായി നമ്മുടെ കാര്യത്തിലാ പിടി വീഴുക. ഇവരാ നമ്മുടെ മതില്. പറയുമ്പോ അബദ്ധമാണെന്ന് തോന്നും. എന്നാലും എന്റെ മനസ്സിലുള്ളത് പറയുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അച്ഛനോടും അമ്മയോടും പറയുക എന്നുള്ളത് തന്നെയാ. അഞ്ജലിയും ആരതിയെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അച്ഛനും അമ്മയും പറയാൻ കാരണം എന്താ? എന്താ ആരതി? ഇവിടെ വന്നപ്പോ അച്ഛനും അമ്മയ്ക്കും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് വിളിച്ചതാവും. അഞ്ജലിയെ വിളിക്കാൻ എന്തായിരിക്കും കാര്യം? അതും ഇഷ്ടം കൊണ്ട് തന്നെയാവും. എന്നോടും സ്നേഹത്തോടെയാ സംസാരിച്ചിട്ടുള്ളത്. അഞ്ജലിയും ആരതിയും അവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ പ്രസാദിനോ മുരളിക്കോ സംശയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കും ഇല്ല. മനസ്സുകൊണ്ട് അവർക്കിഷ്ടമുള്ള 2 പെൺകുട്ടികളെ തന്നെയല്ലേ അവർ നിങ്ങൾക്ക് വധുക്കളായി കണ്ടെത്തുക. അത് അഞ്ജലിയും ആരതിയും ആയാലും തെറ്റൊന്നുമില്ല. അല്ല, നമുക്ക് വെറുതെ പറയാന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. സത്യം സത്യമായിട്ട് ഞാൻ ഇത്തവണ അവരോട് പറയും. നിങ്ങളും ഈ ബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കുക. അച്ഛനും അമ്മയും എല്ലാം അംഗീകരിച്ച് ആശീർവദിക്കും.
ഉറപ്പ്. പുഷ്പചേട്ടാ, ആരതിയുടെ മുരളിയുടെ കാര്യം പറഞ്ഞോളൂ. പക്ഷേ ഞങ്ങളുടെ കാര്യം പറയാൻ നിൽക്കണ്ട. അത് വേണ്ട. പൊട്ടിക്കുമ്പോ വെടികളെല്ലാം ഒരുമിച്ച് പൊട്ടിക്കണം, എന്നാലേ ഒരു ഗുമ്മുണ്ടാവും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തവണ എല്ലാ സത്യങ്ങളും പൊട്ടിച്ചിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. നാളെ നാട്ടിൽ ചെല്ലുമ്പോ എന്റെ ആദ്യത്തെ ജോലി ഇതായിരിക്കും. പ്രസാദിന്റെ കൈ പിടിച്ച അഞ്ജലിയെയും മുരളിയുടെ കൈ പിടിച്ച ആരതിയെയും തറവാട്ടിലേക്ക് വലത് കാൽ വെച്ച് കയറ്റുക. ഇതിപ്പോ നമ്മൾ കുടുങ്ങിയല്ലോ. ഒന്നും കുടുങ്ങാനില്ല. ഞാൻ വരുന്നില്ല നാട്ടിലേക്ക്. തീർന്നല്ലോ പ്രശ്നം. സത്യം സത്യമായിട്ട് ഞാൻ ഇത്തവണ അവരോട് പറയും. നിങ്ങളും ഈ ബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കുക. അച്ഛനും അമ്മയും എല്ലാം അംഗീകരിച്ച് ആശീർവദിക്കും. ഉറപ്പ്. ഓ, ഇയാളായിരുന്നോ? പിന്നല്ലാതെ വേറെ ആർക്കാ എന്റെ പെണ്ണിനെ തൊടാൻ ധൈര്യം? അയ്യടാ, എന്താ വാചകം? ആര് പറഞ്ഞു ഞാൻ ഇയാളുടെ പെണ്ണാണെന്ന്? ഇനി ആര് പറയണം? അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും പറയണ്ടേ? എനിക്ക് പിന്നെ താമസിക്കുന്ന എന്തിനാ? അങ്ങ് പറഞ്ഞൂടെ എനിക്ക്? പറയില്ല. ഞാനല്ല അത് നാട് നീളെ വിളംബരം ചെയ്തുകൊണ്ട് നടക്കേണ്ടത്. ശരി, എങ്കിൽ പിന്നെ ഞാൻ തന്നെ വിളംബരം ചെയ്യാം. മതിയോ തനിക്ക്? ആരും ഒന്നും ചെയ്യണ്ട തൽക്കാലം. എനിക്ക് മതിയായി ഈ പൊട്ടംകളി. അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയാലോ? അതെ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്ത് കാര്യം? എന്തായാലും ഏട്ടന്മാർ രണ്ടുപേരും ഇത്തവണ നാട്ടിൽ ചെല്ലുമ്പോ അവരുടെ വിവാഹകാര്യം അച്ഛനോടും അമ്മയോടും തുറന്നു പറയാൻ തീരുമാനിച്ചായിരുന്നല്ലോ. ആ കൂട്ടത്തില് ഞാൻ നമ്മുടെ കാര്യവും അങ്ങ് പറയും. അത്ര തന്നെ. നന്നായിരിക്കും. അതെ, വലിയേട്ടന്റെയും കുഞ്ഞേട്ടന്റെയും കാര്യത്തില് അച്ഛനും അമ്മയ്ക്കും ഒരു എതിർപ്പും ഉണ്ടാവാൻ വഴിയില്ല. അവര് സ്വന്തം നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള പെണ്ണുങ്ങളെയാ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇയാൾ അങ്ങനെയാണോ? അല്ലല്ലോ. ആ ഏട്ടത്തിമാരുടെ തന്നെ സ്വന്തം അനിയത്തി തന്നെ അല്ലേ താനും? പിന്നെന്താ നിലയ്ക്കും വിലയ്ക്കും തനിക്കൊരു കുറവുണ്ട്. കഴിഞ്ഞ തവണ അച്ഛനും അമ്മയും വന്നപ്പോ എന്താ പറഞ്ഞും പഠിപ്പിച്ചും വെച്ചിരിക്കുന്നതെന്ന് മറന്നു പോയെന്ന് തോന്നുന്നു. അപ്പോ ഈ പെൺകുട്ടിയോ? ഇവര് ജോലിക്കാരിയല്ലേ? അപ്പോ അവര് ജോലിക്കാരിയാവുമ്പോ ഇവള് ജോലിക്കാരിയുടെ മകള്. അതെ, ജോലിക്കാരുടെ മകളാ. ഞാൻ ആരുടെ മകളാണെന്നാ പറഞ്ഞത്? അത് സീതമ്മയുടെ മകളാണെന്ന്. അപ്പൊ ഓർമ്മയുണ്ട്. കൊള്ളാം. ഈ സീതമ്മ ആരാണെന്നാ പറഞ്ഞത്? അത് വിക്കണ്ട. പറയാൻ ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. സീതമ്മ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന്. നിങ്ങൾക്ക് വെക്കാനും വിളമ്പാനും തുണി അലക്കാനും തറ തുടയ്ക്കാനും ഒക്കെ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന വെറും ഒരു ജോലിക്കാരി. എന്താ ശരിയല്ലേ? ആ ജോലിക്കാരിയുടെ മകളാണ് ഞാൻ. അതായത് ഈ വീട്ടിലെ ഭാവി ജോലിക്കാരി എന്നർത്ഥം. ആ എന്നെ മിസ്റ്റർ ഹരിയുടെ ഭാവി വധുവായി വീട്ടുകാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് പിന്നെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിന് ഞാൻ തന്നെ പറയാം ഉത്തരം. അംഗീകരിക്കില്ല. അതറിഞ്ഞോണ്ട് തന്നെ ഞാൻ പിന്നെയും പിന്നാലെ നടക്കുന്നത് ഇത്തിരി അതിക്രമം അല്ലേ മിസ്റ്റർ ഹരി? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം നമുക്ക് നിർത്താം. ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ അവസാനിപ്പിക്കാം നമുക്ക് ഈ ബന്ധം. ഗുഡ് ബൈ മിസ്റ്റർ ഹരി. ഗുഡ് ബൈ ഫോർ എവർ.
ഹരിയേട്ടാ, ഹരിയേട്ടനല്ല, മിസ്റ്റർ ഹരി, അങ്ങനെ വിളിച്ചാ മതി. മാങ്ങാത്തൊലി. ഞാൻ പോകുമ്പോ ഹരിയേട്ടൻ എന്താ എന്നെ തടയാത്തത്? സ്വമേധയെ ഇറങ്ങി പോകുന്നവരെ നമ്മൾ എന്തിനാ മേഡം തടയുന്നത്? അവരുടെ ഇഷ്ടം നടക്കട്ടെ എന്നങ്ങ് കരുതി, അത്ര തന്നെ. നമ്മളെ ഇഷ്ടമില്ലാത്തവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരം തന്നെ, അതിക്രമവും. എനിക്കപ്പോ ഹരിയേട്ടനോട് ഇഷ്ടമില്ല എന്നാണോ വിചാരിക്കുന്നത്? ഞാൻ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇഷ്ടക്കേട് കൊണ്ടാണെന്നാണോ വിചാരം? അതെ, തീർച്ചയായിട്ടും. ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുള്ളവർ ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോവില്ല മേഡം. നമ്മളെ വേണ്ടെന്ന് വെക്കാൻ അവരൊരു കാരണവും അന്വേഷിച്ച് കണ്ടുപിടിക്കില്ല മേഡം. ഹരിയേട്ടാ, വേണ്ട, മേഡത്തിന് പോവാം. ഹരിയേട്ടാ, പൊക്കോളാൻ പറഞ്ഞില്ലേ? അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ എനിക്ക്? തന്റെ പോലത്തെ കല്ലല്ലോ ദേ ഇവിടെ എൻ്റെ ഈ നെഞ്ചില്. മനസ്സോടെയാണോ ഞാൻ വേണ്ടെന്ന് പറയുന്നത്? വേണം വേണമെന്ന് 1000 തവണ നിലവിളിച്ചോണ്ടാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറയുന്നത്? വേണോ തന്നെ അങ്ങ് പറഞ്ഞു ശീലിച്ചാ പോരെ? അച്ഛനും അമ്മയെ സമ്മതിക്കില്ല ഹരിയേട്ടാ, ഉറപ്പാ. ഏട്ടന്മാര് ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോ തന്റെ തസ്തിക വീണ്ടും പഴയതാവില്ലേ? താൻ ജോലിക്കാരിയല്ല, അനിയത്തിയാണെന്ന് അതെന്താ താൻ ഓർക്കാത്തെ? എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഇടോ, അഞ്ജലി ചേച്ചിയും ആരതി ചേച്ചിയും മരുമക്കളാണെന്ന് എൻ്റെ ഏട്ടന്മാർക്ക് പറയാമെങ്കിൽ താൻ സീതമ്മയുടെ മകളല്ല എന്നും അവരുടെ അനിയത്തിയാണെന്ന് പറയുന്നതിൽ എന്താ പ്രയാസം? അത് കുഴപ്പമാവില്ലേ? ഇതുവരെ സംഭവിച്ചതിനേക്കാൾ വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് താൻ ധൈര്യമായിട്ടിരുന്നു. വാഴ നനയുമ്പോൾ ചീരയും നനയും എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അവരെന്ന് സത്യങ്ങളുടെ ബോംബ് പൊട്ടിക്കുന്നുവോ ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ രഹസ്യത്തിന്റെ ഗുണ്ടും പൊട്ടിക്കാം. അതിന്റെ പേരിൽ അടിയോ അട്ടഹാസമോ യുദ്ധമോ ഒന്നും പേടിക്കേണ്ടി വരില്ല. ഇതെന്റെ വാക്കാ. തീർച്ചയാണോ? തീർച്ച. എന്നാ പിന്നെ ഒരു കാപ്പി തരട്ടെ ഞാൻ. കാപ്പിയെ? ഈ സമയത്ത് കാപ്പി എന്തിനാ? വേണ്ടെങ്കി വേണ്ട, ഞാൻ പോണു. നമുക്ക് ചുറ്റും എപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് വെച്ചോ. അപ്പോ എനിക്ക് നിന്നോടൊരു ഉമ്മ ചോദിക്കണമെന്ന് തോന്നി. അപ്പോ എന്ത് ചെയ്യും ഞാൻ? എന്ത് ചെയ്യും? ഞാൻ പറയും, ആര്യയെ എനിക്കൊരു കോഫി വേണോന്ന്. ആ കോഫി എന്ന് പറഞ്ഞാ ഉമ്മയെന്നാ അർത്ഥം. കാപ്പി എനിക്ക് വേണം. ആയുർഭംഗം. ഇതുപ്രകാരം കർമ്മഫലം കൊണ്ടോ ശനിയുടെ അപകാരം കൊണ്ടോ ആയുസ് തീർന്നുപോയി മരണത്തിലോ മരണതുല്യമായ അവസ്ഥയിലോ എത്തിച്ചേരാമെന്നാണ് കാണുന്നത്. ഒരു വഴിയുണ്ട്. അഖണ്ഡ നരനാരി പൂജ. പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും നേടിത്തരാവുന്ന ഈശ്വരാനുഗ്രഹം എന്തുമാത്രമാണെന്ന് പറയാതെ തന്നെ മനസ്സിലാക്കുന്നതാണ് ഉത്തമം. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദക്ഷിണ നൽകി ഇദ്ദേഹത്തെ മടക്കി അയക്കുക. ഞാൻ ചെന്നാ അവൻ വല്ല വഴക്കം പറയും. അതാണോ വലിയ കാര്യം? ഞാൻ സ്ഥിരം കേൾക്കണതില്ലേ? ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് വിട്ടാതി, അത്രേ ഉള്ളൂ. അതെങ്ങനാടാ? ഞാൻ അവന്റെ അമ്മയല്ലേ. പദവി സ്ഥാനം ഓർത്തോണ്ടിരുന്നാലേ നോക്കി നിൽക്കുമ്പോൾ തന്നെ മകൻ്റെ ആയുസ് അങ്ങ് തീരും.
ഭവാനിയമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് പൂജ നടത്തിക്കാൻ നോക്ക്. എല്ലാം അങ്ങോട്ട്. എന്താ രണ്ടാളും കൂടി? എല്ലാം അങ്ങോട്ട്. എന്താ മോനെ, തലവേദനിക്കുന്നുണ്ടോ നിനക്ക്? അത് ചോദിക്കാനാണോ വന്നത്? അല്ലല്ലോ. കാര്യം പറ, നിങ്ങൾ എന്താണെന്ന് വെച്ചാ. എന്റെ മോനെ, കിടന്നിട്ട് ഉറക്കം വരണ്ടേ എനിക്ക്? ഓരോന്നാലോചിച്ചിട്ട് തലയ്ക്ക് തീ പിടിക്കുക ഓരോ നിമിഷവും. കുറച്ച് വെള്ളം കോരി ഒഴിച്ചാ മതി, തീ അറിഞ്ഞോളും. അമ്മ പോവാൻ നോക്കി, ശല്യപ്പെടുത്താതെ. ഭവാനിയമ്മ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ സാർ കളിയാക്കണം. ഓഹോ, അപ്പൊ നീയാണ് ഇവരുടെ പുതിയ വക്കീല്. വേലയ്യം പോയപ്പോ നീ ആ സ്ഥാനം കയറി ഏറ്റെടുത്തോ? എനിക്കങ്ങനെ വേഷം കെട്ടാനോ വല്ലവന്റെ സ്ഥാനത്ത് കയറി ഇരിക്കാനോ താല്പര്യമില്ല. സത്യം സത്യമായിട്ട് പറയും, കാര്യം കാര്യമായിട്ട് പറയും. അതാണ് എൻ്റെ ഒരു പട്ടാള പോളിസി. എന്റെ കൈയകലത്തിൽ നിന്ന് മാറി നിന്ന് പ്രസംഗിച്ച പട്ടാളക്കാരന് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ തന്റെ വായിലെ പല്ല് ഈ തറയിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. അത് വേണമെങ്കിൽ സാർ അയക്കൂ. പക്ഷെ ഇത്തവണ ഭവാനിയമ്മ പറയുന്ന കേൾക്കണം. കേട്ടേ പറ്റൂ. കൈകൂപ്പിയുള്ള അപേക്ഷയാണ്. ജോത്സ്യൻ പറഞ്ഞ പൂജയുടെ കാര്യമാ. അത് നടത്തണം മേഘനാഥ, എന്നാലേ. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ലമ്മേ. വെറുതെ വേഷം കെട്ടാന്ന് മാത്രം. എന്നും കുന്നും എന്തിനും ഏതിനും പൂജ തന്നെ പൂജ. ആരെങ്കിലും കേട്ടാ തന്നെ എന്നെ കളിയാക്കും ഇപ്പോ. എന്ന് പറഞ്ഞാ നീ ഇങ്ങനെ രാധയുടെ പിന്നാലെ ഓടുന്നുണ്ടല്ലോ എപ്പോഴും. ആരെങ്കിലും കളിയാക്കിയ നീ അത് നിർത്തോ? ഇല്ലല്ലോ. അവനൊക്കെ കളിയാക്കാൻ വരട്ടെ, തല കൊയ്യും അപ്പ തന്നെ. ആ, എങ്കിൽ അതേ വാള് തന്നെ എടുത്തു വെച്ചാ മതി. പൂജയുടെ പേരിൽ കളിയാക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാം. നോക്ക്, ഇത് നിസ്സാര കാര്യമാണെന്ന് നിനക്ക് തോന്നരുത്. മുൻപ് എപ്പോഴൊക്കെ പ്രശ്നം വെപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അച്ചട്ടായി തീർന്നിട്ടുണ്ട് എന്ന കാര്യവും മറക്കാൻ പാടില്ല. ഈ കഷ്ടകാലം പൂജ നടത്തിയ തീരുമെന്നാണോ? എന്നിട്ട് നാളെ മുതൽ ഞാൻ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി ഇവിടെ ഇരിക്കാം. അപ്പൊ ഭഗവാൻ നേരിട്ട് കൊണ്ടുവന്ന് തരോ എന്റെ രാധേ? കളിയാക്കരുത്. താൻ പാതി ഈശ്വരൻ പാതി എന്നാ. നിന്റെ പകുതി നീ തന്നെ ചെയ്യണം. എന്നാലേ ഈശ്വര കടാക്ഷത്താൽ അവളെ നിനക്ക് തന്നെ കിട്ടും. സാറിൻ്റെ ആറുബലത്തിനെ പോലും ശനി അപഹരിക്കണമെന്നോ മറ്റുമാണ് പറഞ്ഞത്. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ ഒരുക്കങ്ങളും ഞാനും മണിച്ചനും കൂടി നടത്തിക്കോളാം. നീ വെറുതെ വന്ന് നിന്ന് തന്നാ മതി. ശരി. എന്നാ ഈ പൂജ നടത്താൻ പറയുന്ന അയാള് നാളെ തന്നെ നടത്താനും ജോത്സ്യര് തയ്യാറാ. പക്ഷെ ഇത് നടത്തണമെങ്കിൽ നമ്മളൊന്ന് തൃപ്പങ്ങോട്ടേക്ക് പോണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തൃപ്പങ്ങോട്ടോ? അതെന്തിനാണെന്ന് മനസ്സിലായില്ല. സമസ്ത പൊരുത്തവും ഒത്തുവരുന്ന ദമ്പതികൾ വേണ്ടേ പൂജയ്ക്ക്? ഇവിടെ അങ്ങനെ ആരിയ്ക്കുന്നു നമ്മുടെ പരിചയത്തില്? അത് ശരിയാ. ഈ നാട്ടിൽ കപ്പിൾസിനെയൊക്കെ കിട്ടാൻ വലിയ പാടാ. ആ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ പൂജ നടത്താന്ന് സമ്മതിച്ചാൽ നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോവാം. അടുത്ത ദിവസം പൂജ റെഡി. എന്തു പറയുന്നു? ദമ്പതികൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലോ? നാളെ തന്നെ പൂജ നടത്താൻ സാധിക്കുമോ? സംശയം എന്താ? എങ്കിൽ നാളെ തന്നെ പൂജ നടക്കട്ടെ. ഞാൻ ഏർപ്പാട് ചെയ്തോളാം ദമ്പതികൾ. ശരി, എങ്കിൽ നാളെ തന്നെ പൂജ നടത്താന്ന് തീരുമാനിക്കുന്നു. അല്ല, ആരാ ഈ ദമ്പതിമാര്? അത് പറഞ്ഞില്ലല്ലോ. അമ്മ ഇവൻസിലെ പ്രസാദും അയാളുടെ ഭാര്യ അഞ്ജലി. രണ്ടുപേരും സൂപ്പർ ഭാര്യ ഭർത്താക്കന്മാരാ. ഞാനൊന്ന് പറഞ്ഞ അയാളും ഭാര്യയും വരും. അക്കാര്യം ഞാൻ ഏറ്റു. ശരി, എങ്കിൽ ബാക്കി കാര്യം ഞങ്ങളും ഏറ്റു. മണിച്ച, ജോത്സ്യനെ വിളിച്ച് പൂജ നടത്താന്ന് പറയും. അവർക്ക് തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സമയം കിട്ടട്ടെ. നീ കൂട്ടുകാരനെ വിളിച്ച് പറ, നാളെ ഭാര്യയും കൂട്ടിക്കൊണ്ട് കൃത്യസമയത്തെത്താൻ. അത് ഫോണിൽ പറഞ്ഞാ പോരാ.
ഞാൻ തന്നെ നേരിട്ട് ചെന്ന് ക്ഷണിക്കാം അവരെ. അവര് വാക്ക് മാറ്റിയാലോ? ഏയ്, കാര്യം സമ്മതിച്ചു കഴിഞ്ഞാ അണുവിട മാറാത്ത സ്വഭാവമാണ് നമ്മുടെ പ്രസാദിന്. എനിക്ക് തീർച്ചയുണ്ട് അവര് വരും. മണിച്ച, രാവിലെ തന്നെ നമ്മൾ പ്രസാദിന്റെ വീട്ടിലേക്ക് പോകുന്നു. അയാളെയും ഭാര്യയും അച്ചൂട്ടനെയും കൂടെ കണ്ട് നമ്മൾ വിവരം പറയുന്നു. വേണമെങ്കിൽ പൂജയ്ക്ക് അവനെയും കൊണ്ടുവരട്ടെ, അല്ലേ? ആരൊക്കെ വന്നാലും ഒരു കുഴപ്പമില്ല. പൂജ നന്നായിട്ട് നടന്നാ മതി. ഭഗവാനെ. അമ്മേ, നടക്കൂ അമ്മേ. പ്രസാദും കുടുംബവും ഇവിടെ വരും. പൂജ നടക്കും. നമുക്ക് വേണ്ടി. എന്റെ ഉറപ്പാ.